ഹലോ ഡിയേഴ്സ്, ഇന്ന് എന്താണ് സൺഡേ ആയിട്ട് എല്ലാവർക്കും സ്പെഷ്യൽ? ഞാൻ കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞണ്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞണ്ടൊക്കെ കഴുകി ക്ലീനാക്കി മാറ്റി വെച്ചു. പിന്നെ ഉരുളി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉലുവ കൊടുത്തു. ഉലുവ നന്നായിട്ട് പൊട്ടി വന്നതിൻ്റെ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സബോള, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, വഴണ്ടി വരണം നന്നായിട്ട്. അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വേണം കേട്ടോ വഴറ്റാൻ. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്കൊക്കെ എന്താണ് സ്പെഷ്യൽ സൺഡേ ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്തപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തക്കാളി നല്ല വാടി വരണം കേട്ടോ. കുറേ ആയിട്ടോ ഞണ്ട് കഴിക്കാൻ ആഗ്രഹം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അധികമൊന്നും കിട്ടാറില്ല ഞണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ വേഗം മേടിച്ചു. അങ്ങനെ തക്കാളിയൊക്കെ വഴഞ്ഞ് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടോ. ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിൻ്റെ ശേഷം പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെ എല്ലാതും ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അത് നല്ല ഇളക്കി കൊടുക്കുക. അതിൻ്റെ നല്ല പച്ചമുളകൊക്കെ പോകണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ ഞണ്ട് കറി വെക്കാറുള്ളത്? ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈലിൽ വെക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെ പൊടിയുടെ ആ സ്മെല്ലൊക്കെ പച്ചമണമൊക്കെ മാറിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞണ്ട്. പിന്നെ നമ്മൾ ഞണ്ടൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ നിങ്ങളൊക്കെ എന്താണ് സൺഡേ ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞല്ലോ അല്ലേ? ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാവും അല്ലേ? അതെല്ലാവരും പുറത്തേക്കൊക്കെ പോയോ? ഞാനതാ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞണ്ടൊക്കെ ഇട്ട് കൊടുത്തു. നല്ലവണ്ണം ഇളക്കി കൊടുത്തു കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഞണ്ടിൻ്റെ ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ പിന്നെ നല്ല ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ അടുപ്പത്ത് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം വെച്ചിട്ടുണ്ട്, ചൂടാക്കിയിട്ട് അത് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ചൂടായി ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. കുറച്ച് ഗ്രേവി ആയിട്ട് ഇരുന്നോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് അത്യാവശ്യം വേവില്ലേ ഞണ്ടിന്. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തു. വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഉരുളി അതിൻ്റെ അടിഭാഗം ചിലപ്പോൾ അടിയിൽ പിടിച്ചാലോ വിചാരിച്ചിട്ടേ അങ്ങനെ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ മോനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞണ്ട്. പക്ഷെ അത്ര വലുതല്ല, ഒരു മീഡിയം സൈസ് അങ്ങനത്തെയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അടച്ചു വെച്ച് കൊടുത്തു. 2 തിള വെച്ചതിന് ശേഷം ഞാനൊന്ന് നോക്കി. അപ്പോൾ പിന്നെ ഇതിനകത്ത് പിന്നെ ഗരം മസാല ഇട്ടിട്ടുണ്ട്. അതിൽ ഗരം മസാലയും കുരുമുളകും ഉണ്ട്. അത് കുരുമുളക് ചതച്ചതും കൂടിയിട്ട് ഒന്ന് അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇപ്പം ശരിക്കും നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുരുമുളക് പൊടി, ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ സൺഡേ സ്പെഷ്യലാണിത് കേട്ടോ, ഞണ്ട് കറി. ഓക്കെ, അങ്ങനെ ഞണ്ട് കറിയൊക്കെ റെഡിയായി, ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട് കേട്ടോ. ഞണ്ടിൻ്റെ ഉണ്ടോ കുറച്ചും കൂടി ഇങ്ങനെ വറ്റണം. അപ്പോൾ എൻ്റെ കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് അങ്ങോട്ട് പോട്ടെ വിചാരിച്ചു ഞാൻ. എന്നിട്ട് പിന്നെ ഒന്നും കൂടി അങ്ങനെ ഡ്രൈ ആക്കി എടുത്തു. കണ്ടോ, ഇപ്പോൾ കുറച്ച് ഗ്രേവി രൂപത്തിലായി. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കാറെന്ന് പറയണേ.